മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദർശനം. എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. രേഖകൾ വെബ്സൈറ്റിൽ വരുന്നത് എപ്പോഴാണ്? ഞാനും പ്രതിപക്ഷ നേതാവും ഇത് സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ കാര്യങ്ങൾ, അതും മന്ത്രി പറഞ്ഞ ശേഷമാണ് ഈ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. എന്നിട്ടാണ് സെക്രട്ടറി പറയുന്നത് കെൽട്രോൺ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോയത് എന്ന്. ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കള്ള റിപ്പോർട്ടുകൾ കൊണ്ടൊന്നും സർക്കാരിന്റെ തീവെട്ടിക്കൊള്ള മറച്ചു വെക്കാൻ സാധ്യമല്ല. കെൽട്രോണിന്റെ ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ചകൾ ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ സർക്കാർ എത്തി നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തുടക്കത്തിൽ തന്നെ ഉന്നതരുടെ സമ്മർദ്ദം മൂലം യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത തട്ടിക്കൂട്ട് കമ്പനികളെ ഉൾപ്പെടുത്തി ബോധപൂർവം സ്വന്തക്കാരുടെ കൈകളിൽ പദ്ധതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ടെൻഡർ വിളിക്കുകയും ടെൻഡർ അംഗീകരിക്കുകയും സബ് കോൺട്രാക്ട് വഴി തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഇത് നൽകുകയും ചെയ്തതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണല്ലോ ക്യാബിനറ്റ് നോട്ടിൽ പോലും ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ പദ്ധതി അംഗീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ 68 കോടിക്ക് തീരേണ്ട പദ്ധതി, 68 കോടി എന്ന് ഞാൻ പറയാൻ കാരണം ഇതുമായി സബ് കോൺട്രാക്ട് എടുത്ത ആളുകളുടെ പർച്ചേസ് ഓർഡറിൽ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് 68 കോടിക്ക് തീരേണ്ട പദ്ധതി എന്ന് ഞാൻ പറയാൻ കാരണം. 68 കോടി രൂപയ്ക്ക് തീരേണ്ട പദ്ധതി 182 കോടിയാക്കുകയും അവിടുന്ന് പിന്നീട് 232 കോടിയാക്കുകയും ചെയ്തതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ കള്ളക്കളി എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ നിയമലംഘനത്തിന്റെ പേരിൽ പിഴ പിരിച്ച് ഏതാനും സ്വകാര്യ കമ്പനികൾക്ക് തടിച്ചു കൊടുക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. പ്രസാദിയോ കമ്പനി മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കമ്പനിയാണ്. ആ കമ്പനിയെ വളർത്തിയതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ കരങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാതിരിക്കുന്നത്. ഇവിടെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഴിമതി ആസൂത്രണം ചെയ്തു എന്നതാണ് ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മുഴുവൻ പരിശോധിച്ചാൽ, രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിമുടി ക്രമക്കേടാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ടെൻഡർ നടപടികളിൽ ദുരൂഹമായ സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങൾ SRIT ഈ രംഗത്ത് ഒരു പരിചയവുമില്ല. അവർ ട്രയോസ് എന്നും ഈ മെട്രോണിക്സ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. SRITയോടൊപ്പം കരാറിൽ പങ്കെടുത്ത 2 കമ്പനികളാണ്, അക്ഷരയും അതോടൊപ്പം തന്നെ അശോകയും. ഇതൊക്കെ ബിൽഡിംഗ് ഇതൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനികളാണ്. അവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ളവരല്ല. അപ്പൊ ഈ കരാർ SRITക്ക് കിട്ടണം, SRIT അത് പ്രസാദിയോയ്ക്ക് കൊടുക്കണം, പ്രസാദിയോയ്ക്ക് വൻതോതിലുള്ള ലാഭം ഉണ്ടാകണം. ഈ ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഈ പദ്ധതി തയ്യാറായി വരുന്നത്. ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു. കാരണം അദ്ദേഹം ഇത് അറിഞ്ഞിട്ടേ ഇല്ല, ഈ ഫയൽ കണ്ടിട്ടേ ഇല്ല. ഇവിടെ ടെൻഡർ നേടിയ SRITയും അതോടൊപ്പം തന്നെ അശോക ബിൽഡ്കോൺ അവർക്ക് ഈ ഇതുമായിട്ടൊന്നും ക്യാമറ വെക്കുന്നതായിട്ടൊന്നും ഒരു ബന്ധമില്ല. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരും തമ്മിൽ നേരത്തെ ബന്ധമുണ്ട്. അത് തെളിയിക്കുന്ന നിരവധി രേഖകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. അക്ഷരയ്ക്കാണെങ്കിൽ മുൻ പരിചയമില്ല.
അതിനുള്ള പരിചയ സമ്പത്തില്ല. അപ്പം ബിസിനസ് പങ്കാളികളായിട്ടുള്ള SRITയും അക്ഷരയും അശോകയും ചേർന്ന് നടത്തിയ ഒരു വലിയ കള്ളക്കളിയാണ്. ആർക്ക് വേണ്ടി ഈ കള്ളക്കളി നടത്തുന്നു? SRITക്ക് ടെൻഡർ കിട്ടണം. ആ ടെൻഡർ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രസാദിയോയ്ക്ക് കൊടുക്കണം. പ്രസാദിയോ എന്നിട്ട് ലൈറ്റ് മാസ്റ്ററും അൽ ഹിന്ദുവായിട്ടൊക്കെ ചർച്ച നടത്തുന്നു. കേരളം പോലൊരു സംസ്ഥാനത്ത് പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ നിസ്സഹായതയെയും അറിവില്ലായ്മയെയും ട്രാഫിക് നിയമത്തിന്റെ അജ്ഞതയെയും മുതലെടുത്തുകൊണ്ടുണ്ടാക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ കമ്പനിക്ക് കൊടുക്കാൻ എന്ത് ബാധ്യതയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്? എന്നിട്ട് മുഖ്യമന്ത്രി ഒരു അക്ഷരം ഇതിനെപ്പറ്റി പറയുന്നില്ല. കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പരാതി കൊടുത്താൽ ഈ ഒത്തുകളി, ടെൻഡറിൽ ഒത്തുകളിച്ചാൽ അവർക്ക് കേസെടുക്കാം, നടപടി സ്വീകരിക്കാം, ആ ശിക്ഷ വിധിക്കാനുമാകാം. ഈ പദ്ധതിയുടെ ഇത് ഇങ്ങനൊരു സ്ഥാപനം തന്നെ ധനകാര്യ വകുപ്പിന്റെ കീഴിൽ നിലനിൽക്കുന്നത് ടെൻഡറുകളിൽ ഒത്തുകളി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ടെൻഡറുകളിൽ ഇതുപോലെ ഒത്തുകളിച്ചാൽ അവർക്ക് പരാതി കൊടുത്താൽ അവർക്ക് ശിക്ഷ വരെ വിധിക്കാനുള്ള അവകാശമുണ്ട്. അത്തരം ഗുരുതരമായ കുറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ കരാർ റദ്ദ് ചെയ്യണമെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ കരാറിനെ പറ്റി ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ടിന് കടലാസിന്റെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഇത് ചവറ്റുകൊട്ടയിൽ എറിയേണ്ട റിപ്പോർട്ടാണ്. ഒരു IAS ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിലാക്കി ആദ്യം അദ്ദേഹത്തെ വ്യവസായ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്തോട് മാറ്റുന്നു, റവന്യൂവിലിടുന്നു, റവന്യൂവിൽ നിന്ന് മാറ്റുന്നു, ആരോഗ്യ വകുപ്പിൽ കൊണ്ടിരുന്നു. അവിടെ നിൽക്കുമ്പോൾ അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തപ്പോൾ വീണ്ടും വ്യവസായ സെക്രട്ടറി. എന്ത് നാടാണിത്? ഇതെന്താണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് P. രാജീവ് സ്വപ്നം കാണേണ്ട. ഞങ്ങൾ ഇത് വിശദീകരിച്ചതോടുകൂടി ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. പുതിയ അധ്യായങ്ങൾ തുറക്കുകയാണ് എന്ന് ഞാൻ രാജീവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു.